2018 കേരളത്തെ നടുക്കിയ പ്രളയം. ഇന്ന് മാത്യു കൊഴുന്നാടൻ്റെ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഒരു ശബ്ദരേഖ പുറത്തുവിട്ടു. അന്നത്തെ വാട്ടർ റിസോഴ്സ് മന്ത്രിയായിരുന്ന കൃഷ്ണൻകുട്ടിയുടെ ഒരു ശബ്ദരേഖ. അതിൽ വളരെ വ്യക്തമായി പറയുകയാണ്, 2018 പ്രളയത്തിൻ്റെ ആഘാതം കൂട്ടിയത് പിണറായി സർക്കാരിൻ്റെ ധാർഷ്ട്യപരമായും അഴിമതിപരമായും തീരുമാനങ്ങൾ കാരണമാണ്. അതിൽ പല കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. അതിലൊരെണ്ണം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം. തോട്ടപ്പള്ളി സ്പിൽവേ. ഒരു മാസം മുന്നേ എഞ്ചിനീയർ പറഞ്ഞതാണ് തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നു വിടണമെന്ന്. എന്തുകൊണ്ടത് തുറന്നു വിട്ടില്ല? കാരണം തോട്ടപ്പള്ളി സ്പിൽവേക്ക് മുന്നിൽ മണൽത്തിട്ടയുണ്ട്. ഈ മണൽത്തിട്ട ഒരു മേരിമാത എന്ന കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുകയാണ്. ആ കോൺട്രാക്റ്റ് അവർക്ക് കൊടുത്തിരിക്കുന്നത് ക്യൂബിക് മീറ്ററിന് വെറും 62 രൂപ. അതായത് നമ്മുടെ ഇന്ന് നാട്ടിൽ 2000 രൂപ വാല്യൂ ഉള്ള ഒരു സാധനത്തിന് ക്യൂബിക് മീറ്ററിന് 62 രൂപ വെച്ച് മാത്രമാണ് മേരിമാതയ്ക്ക് ഈ കോൺട്രാക്റ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ തോട്ടപ്പള്ളി സ്പിൽവേ അവിടുന്ന് തുറക്കുകയാണെങ്കിൽ ഈ മണൽത്തിട്ട എല്ലാം ഒലിച്ചു പോകും. ആ കോൺട്രാക്ടർ കമ്പനിക്ക് ഒരു ലാഭവും കിട്ടാതായി പോകും. ഇവിടെയാണ് അഴിമതി. 300 കോടിയോളം ഈ മണൽത്തിട്ടയിൽ നിന്ന് കിട്ടേണ്ടതിനാൽ മേരിമാത കൺസ്ട്രക്ഷൻ കമ്പനിക്ക് പെട്ടെന്ന് ആ മണൽ നീക്കാനുള്ള അനുമതി കൊടുക്കുകയും തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നു വിടുന്നത് നിർത്തുകയും ചെയ്തു. അത് കാരണം കേരളത്തിന് നഷ്ടമായത് കുറേ ജനങ്ങളും കുറേ ജനങ്ങളുടെ വീട് മൊത്തം ചെളിയുമാണ്. ഇതേ കാര്യങ്ങൾ ചെങ്ങന്നൂർ ചെളിയിൽ മുങ്ങാനും അതേപോലെ തന്നെ ചാലക്കുടി മുങ്ങാനും കാരണമായ ധാരാളം ഫാക്റ്റുകൾ കൃഷ്ണൻകുട്ടിയുടെ ആ ഒരു ഓഫീസ് രേഖയിൽ പുറത്തു വരുന്നുണ്ട്. ഇത്രയും നാളും വി.ഡി. സതീശൻ ഒരു സംവാദത്തിന് നേരിട്ട് വിളിച്ചപ്പോൾ പിണറായി റെഡിയായിട്ടില്ല. വെറും 40 മണിക്കൂറിൽ താഴെ മാത്രമാണ് ഇലക്ഷന് വേണ്ടി അവശേഷിക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇത്രയും നാൾ പത്രസമ്മേളനത്തെ പേടിച്ചൊളിച്ചു നിന്ന നിങ്ങൾ വേണമെങ്കിൽ വന്ന് പത്രസമ്മേളനത്തിൽ തന്നെ പ്രൂവ് ചെയ്തോളൂ. പക്ഷെ ഒരു കാര്യം, ഈ വട്ടം ദേശാഭിമാനിയുടെയും കൈരളിയുടെയും ചോദ്യങ്ങൾക്ക് മാത്രം നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ പോരാ. ബാക്കിയുള്ള മാധ്യമങ്ങളും നിങ്ങളെ കാണാൻ അവിടെയുണ്ട്. നാളെ എന്ന ഒറ്റ ദിവസമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അല്ലെങ്കിൽ ഭരണ തുടർച്ചയും പോവും, ഇനി ഒരു ഭരണവും ഉണ്ടാവില്ല.